ഹായ് ഹലോ, ഐ എം ഫാത്തിമ ഷർബാനു. മാജിക് സ്റ്റെപ്പ് തെറാപ്പി സെൻറ്ററിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണ് എക്സാമിനോടുള്ള പേടി കാരണം കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നതും അതുപോലെ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലേക്ക് എത്തുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസൊക്കെ ആണ്. ഇപ്പം ദിനംപ്രതി അതിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പം എന്തുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നതെന്നും അതെങ്ങനെ നമുക്ക് മാറ്റാം, അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഫഹ്മ മാമും അതുപോലെ തന്നെ ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഷിഖാന മാമും ആണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് ജീവന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്? അതായത് ഇപ്പം എല്ലാ കുട്ടികൾക്കും ഈ ഒരു എക്സാം അടുക്കുന്ന സമയത്ത് നോർമലായിട്ട് എക്സാമിനോടൊരു പേടി അല്ലെങ്കിൽ ഒരു ടെൻഷൻ അവർ കാണിക്കാറുണ്ട്. പക്ഷേ ചില കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി സിവിയർ ആയിട്ടാണ് അവർ ആ സിംറ്റംസ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇപ്പം റീസെൻ്റ്ലി തന്നെ നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു കേസായിരുന്നു. SSLCക്ക് പഠിക്കുന്ന ഒരു 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. അപ്പം ആ കുട്ടി ഒരു 8th 9th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്ന, അതുപോലെ തന്നെ ടീച്ചേഴ്സിനാണെങ്കിലും പാരൻസിനാണെങ്കിലും നല്ലതായിട്ട് എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷേ SSLC ആയതിനു ശേഷം, പ്രത്യേകിച്ച് എക്സാം അനൗൺസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പേടി അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി സിവിയർ ആയിട്ടാണ് ആ കുട്ടി കാണിക്കുന്നത്. എസ്പെഷ്യലി ഇപ്പം എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ തലകറക്കം, വോമിറ്റിംഗ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വേർക്കുന്നു, അതുപോലെ തന്നെ ഉറക്കെ കരയുക. അപ്പം ഈ രീതിയിലുള്ള ഒരു സ്റ്റേജിലാണ് ആ കുട്ടി നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, കുട്ടികൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ രീതിയിലാണ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എക്സാം ആങ്സൈറ്റി തന്നെയാണ്. ഈ എക്സാം ആങ്സൈറ്റി എന്ന് പറയുമ്പം എക്സാമിനോടുള്ള ഒരു പേടി എക്സ്ട്രീം ലെവലായിരിക്കും. നമ്മൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ പഠിച്ചത് മറന്നു പോവോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ടഫായി പോവോ, അതും അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന സമയത്ത് ഫെയിലായി പോവോ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആ ഒരു ഭയമാണ് എക്സാം ആങ്സൈറ്റി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് എക്സാം വരുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും നോർമലായിട്ടൊരു സ്ട്രെസ് ഉണ്ടാവും. അതൊരു പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ് ആയിരിക്കും. അതിനെ നമ്മൾ യൂസ്ട്രെസ് എന്നാണ് പറയുക. അത് ആക്ച്വലി അത് വേണം. എക്സാം നടക്കുന്ന സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും എക്സാം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇരുന്ന് പഠിക്കുള്ളൂ. പക്ഷേ ഈ സ്ട്രെസ് എക്സ്ട്രീം ലെവലാവുക, അത് ആ കുട്ടിയുടെ എക്സാമിനെ പെർഫോം ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റീനെ തന്നെ നശിപ്പിച്ച് കളയുന്ന പോലത്തെ ഒക്കെ ആവുന്ന സമയത്താണ് അതൊരു എക്സാം ആങ്സൈറ്റിയിലേക്ക് ലീഡ് ചെയ്യണത്. ഓക്കെ, നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2025 നമ്മൾ കേട്ട 2 ന്യൂസാണ്. ട്രിവാൻഡ്രത്ത് 2 കുട്ടികൾ, +2 പഠിക്കുന്ന 2 കുട്ടികളിൽ ആദ്യത്തെ ഒരു കുട്ടീൻ്റെ കേസ് എന്ന് പറയുന്നത്, ആ കുട്ടിക്ക് എക്സാമിൽ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു എന്നൊരു കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. വേറൊരു കുട്ടീൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ, ആ കുട്ടിക്ക് എന്താണ്, എക്സാം അടുത്തപ്പം എക്സാമിനോടുള്ള പേടി കാരണം പാലത്തിൻ്റെ മേലിൽ നിന്ന് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇതുപോലുള്ള കേസാണ് നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്കൊരു എക്സാം ആൻസൈറ്റീൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റിയ റിയൽ കേസസ് ആണ്. സോ ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ ഈ എക്സാം ആൻസൈറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു സൈക്കിൾ പോലെയാണ്. അതായത് ഇപ്പം എക്സാം അടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ വെപ്രാളമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് പിന്നീട് അവർ ചിന്തിച്ച് കൂട്ടി നെഗറ്റീവ് തോട്ട്സ് ആയതിനു ശേഷമാണ് അതൊരു ആങ്സൈറ്റിയിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരിക. ഇപ്പം എക്സാമിന് ഫെയിലിയർ ആയി പോവോ, അതല്ലെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് ടഫ് ആവോ, ഇത് അവരുടെ നെഗറ്റീവ് തോട്ട്സ് ആണ്. അതാണ് ഈ ഒരു ആങ്സൈറ്റിക്ക് കാരണം എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു ആങ്സൈറ്റി കൂടിയിട്ടാണ് അതൊരു ഫോബിയ അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയിലൊക്കെ എത്തുന്നത് ഇത് കാരണമായിട്ടാണ്. അപ്പം ശരിക്കും ഈ ഒരു എക്സാം ഫോബിയ അല്ലെങ്കിൽ എക്സാം ഫിയർ എന്ന് പറയുന്നത് ഒരു സൈക്കിളായിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പം ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഈ ഒരു എക്സാമിന് ഉണ്ടാകുന്ന ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ സ്ട്രെസ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു ഇമോഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമ്മൾ മനസ്സിലിട്ട് ചിന്തിച്ച് കൂട്ടി പെരുപ്പിച്ചിട്ട് അതൊരു നെഗറ്റീവ് തോട്ട്സിലേക്കും അതുപോലെ തന്നെ ആങ്സൈറ്റിയിലേക്കും ലീഡ് ചെയ്യാനുള്ള അവസരങ്ങൾ മാക്സിമം നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ എക്സാം ആങ്സൈറ്റി ഉള്ള കുട്ടികൾ ഒരുപാട് സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ട്. നേരത്തെ മാം ഡിസ്കസ് ചെയ്ത കേസിൽ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ തലകറക്കം, അതേപോലെ സ്വെറ്റിങ്, കൈയൊക്കെ വിറച്ചിട്ട് ചിലപ്പം പെന്ന് പോലും പിടിക്കാൻ പറ്റാത്ത പോലത്തെ അവസ്ഥകളൊക്കെ വരാറുണ്ട്. അതുകൂടാതെ തന്നെ അവരുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. അതുപോലെ അവർക്ക് സ്റ്റൊമക്ക് ഏക്ക് വരും, കോൺസ്റ്റിപ്പേഷൻ വരും, പിന്നെ ഹെഡ് ഏക്ക്, ഇതുപോലത്തെ ഒരുപാട് സിംറ്റംസ് കാണിക്കാറുണ്ട്.
ഓക്കെ, ഇതുപോലെയുള്ള സിംറ്റംസ് കാണിക്കാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സാമിന് ഒരു ത്രെട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ത്രെട്ടായിട്ട് കാണുമ്പം നമ്മുടെ കോർട്ടിസോൾ ലെവൽ അവിടെ ഇൻക്രീസ് ചെയ്യും. സോ അവിടെ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ത്രെട്ടായിട്ട് അവിടെ നമ്മളതിനെ പെർസീവ് ചെയ്യുന്നത്. സോ അത് കാരണം നമുക്ക് കുട്ടികളിൽ ഈ ഒരു ഫിസിക്കൽ സിംറ്റംസ് കാണിക്കാം. ഈ ഫിസിക്കൽ സിംറ്റംസ് കൂടാതെ ഒരുപാട് സൈക്കോളജിക്കൽ സിംറ്റംസും ഈ എക്സാം ആങ്സൈറ്റി ഉള്ള കുട്ടികൾ കാണിക്കാറുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതാണ് അവരുടെ ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. അതിനെ അത് സാരമായിട്ട് ബാധിക്കും. അതുപോലെ അവർ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. എക്സാമിന് പഠിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല, അതുപോലത്തെ തോട്ട്സ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ അതുകൂടാതെ തന്നെ അവർക്ക് പഠിക്കുന്ന സമയത്താണെങ്കിൽ കോൺസെൻട്രേഷൻ ഒട്ടും കിട്ടാറില്ല. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞത് പെട്ടെന്ന് മറന്നു പോവുക. ഇങ്ങനെയുള്ള ഒരുപാട് സൈക്കോളജിക്കൽ സിംറ്റംസും ഇവർ കാണിക്കാറുണ്ട്. എക്സാം ആങ്സൈറ്റീനെ കുറിച്ച് നമ്മളിപ്പം കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. എക്സാം ആങ്സൈറ്റി എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നത്, അത് വരുന്ന സമയത്ത് അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിത് നോക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഈ രീതിയിൽ സിവിയർ ആയിട്ടുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കാറില്ല. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ കുറേയധികം റീസൺസ് ഉണ്ടായിരിക്കും. ഇപ്പം എക്സാം ആങ്സൈറ്റിക്കുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് എക്സാമിനോട് അമിതമായിട്ടുള്ള ഒരു പേടി വരാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, കുട്ടികൾക്ക് ഉണ്ടാകുന്ന മെൻ്റൽ പ്രഷർ, അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ മെൻ്റൽ പ്രഷർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് തന്നെ പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയാറുണ്ട്, എക്സാം ആണ് വരുന്നത്, പോയിരുന്ന് പഠിക്കുക, നീ കളിയൊക്കെ മാറ്റി വെച്ചിട്ട് പോയിരുന്ന് പഠിക്കുക എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ പറയാറുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ എക്സാമിനെ ഒരു എനിമി അല്ലെങ്കിൽ ഒരു ത്രെട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. അതായത് നമ്മൾ പേടിക്കേണ്ട എന്തോ ഒരു വസ്തുവാണ് അല്ലെങ്കിൽ പേടിക്കേണ്ട എന്തോ ആണ് എന്നുള്ള രീതിക്കാണ് നമ്മൾ എക്സാമിനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പേടിയുള്ള കാര്യത്തെ നമ്മൾ ആരും സന്തോഷത്തോടു കൂടി സമീപിക്കില്ലല്ലോ. അപ്പം അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾ ഇത് കേട്ട് ശീലിക്കുന്നത് കാരണം എക്സാമിനെ ഒരു ത്രെട്ട് എന്നുള്ള രീതിയിൽ അവർ പെർസീവ് ചെയ്യുകയും പിന്നീട് എക്സാം വരുന്ന സമയത്ത് അവർക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പേടി ഈ ഒരു മെൻ്റൽ പ്രഷർ കാരണമായിട്ട് അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പം കുട്ടികൾക്ക് ഓർമ്മ വരുന്നത് ഈ എക്സാമിന് ശേഷം നമ്മളെ വഴക്ക് പറയുന്ന പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സാം റിസൾട്ട് വരുമ്പോൾ നമ്മളെ പണിഷ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ മെൻ്റൽ പ്രഷർ ഇതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന കാരണമാണ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പാരൻസിനായാലും ടീച്ചേഴ്സിനായാലും അവരുടെ കുട്ടികളുടെ മേലിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ കുട്ടികളുടെ ലെവൽ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഓരോ കുട്ടിക്കും അവർക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ലെവലുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതും അവർക്കൊരു പ്രഷർ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ ക്ലിനിക്കിൽ വന്ന മറ്റൊരു കേസായിരുന്നു. ആ കുട്ടി പഠിക്കുന്നത് +2-ലാണ്. അതിൻ്റെ സിസ്റ്റർ പഠിക്കുന്നത് എൻട്രൻസിനാണ്. അതുപോലെ തന്നെ പാരൻസ് 2 പേരും വർക്കിംഗ് ആണ്. അപ്പം ഈ കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്പാരിസൺ, അതുപോലെ തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ, ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സിസ്റ്റർ ഇങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ സിസ്റ്ററെ കണ്ട് പഠിക്കുക എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന കാരണം ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും എക്സാമിനോട് അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ തന്നെ പേടിയാവുന്ന ഒരു സിറ്റുവേഷനിൽ വരെ ആ കുട്ടി എത്തി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ രീതിയിൽ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പ്രഷർ തന്നെയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമിന് നല്ല രീതിയിൽ പഠിക്കാനോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ എക്സാം റിസൾട്ടിനെ ഭയന്നുകൊണ്ട് നമുക്ക് എക്സാം ഹാളിൽ വെച്ചിട്ട് നന്നായിട്ട് എക്സാം എഴുതാനോ സാധിക്കില്ല. അപ്പം ഈ എക്സാം ആങ്സൈറ്റീൻ്റെ പ്രധാന 2 കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ എക്സ്പെക്റ്റേഷൻ, അതുപോലെ തന്നെ മെൻ്റൽ പ്രഷറാണ്. ഈ മെൻ്റൽ പ്രഷറും എക്സ്പെക്റ്റേഷനും പോലെ തന്നെ മറ്റൊരു പ്രധാന കാരണമാണ് മൈൻഡ് സെറ്റ്. നമ്മൾ ഓൾറെഡി കുട്ടികളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കാണ്. എക്സാം എന്ന് പറയുന്നത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ കളിയൊക്കെ ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം ഇരുന്ന് പഠിക്കണം എന്നുള്ള പോലെ ഓരോ കുട്ടിയുടെ മൈൻഡിലും അത് സെറ്റായിട്ടിരിക്കുക. അപ്പോൾ എല്ലാ കുട്ടികളുടെയും മനസ്സിൽ ഈ എക്സാം എന്ന് പറയുന്നത് ഒരു ത്രെട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ഈ ശരിക്കും എക്സാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? നമ്മൾ എക്സാം സാധാരണ എന്താണ് ലേൺ ചെയ്തത് അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടത്താറുള്ളത്. അതെ, എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. പക്ഷേ പാരൻസും ടീച്ചേഴ്സും ഒക്കെ കുട്ടികളെ ഒരുപാട് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ടാണ് എക്സാമിനെ അവരുടെ മൈൻഡിൽ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എക്സാം എഴുതി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോണ വഴിക്ക് പല കുട്ടികളും പറയണത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ആൻസർ എനിക്ക് അറിയായിരുന്നു, അപ്പോൾ കിട്ടിയില്ല, ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. കാരണം എന്താ, ഈ എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് അവരൊരു പ്രഷർ കുക്കറിൽ ഇരിക്കണ പോലത്തെ ഒരു ഫീലാണ് അവർക്കുള്ളത്. അപ്പം പല കാര്യങ്ങളും, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും അവർ മറന്നു പോകാറുണ്ട്. പിന്നെ ആ ഒരു പ്രഷറിൽ നിന്ന് അവർ റിലീസായതിനു ശേഷം പുറത്ത് പോകുമ്പം അവർക്ക് കുറേ കാര്യങ്ങൾ അറിയണ കാര്യങ്ങളോ അല്ലെങ്കിൽ
ചെറുതായിട്ട് അറിയുന്ന കാര്യങ്ങൾ പോലും അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട റീസണാണ് പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം, പ്രിപ്പയർ ചെയ്യാതെ എക്സാമിന് പോയിരുന്ന് നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. സോ ഓവർ പ്രിപ്പറേഷനും പ്രിപ്പയർ ചെയ്യാത്തതും നമുക്ക് എക്സാമിന് എക്സാം ആൻസൈറ്റിക്കുള്ള ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. ഒന്നും പഠിക്കാത്തൊരു കുട്ടി എക്സാം ഹാളിൽ പോയിരുന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. കുട്ടി അത് കാരണം ടെൻഷൻ അടിച്ച് റിഗ്രറ്റ് അടിച്ച് അത് കാരണം ഒരു എക്സാം ആൻസൈറ്റിയിലേക്ക് ലീഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഓവർ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ കുട്ടി ഉറക്കം ഇല്ലാതെയും പിന്നെ ഫുഡ് കഴിക്കാതെയും ഒക്കെ ചെയ്തിട്ട് പിറ്റേന്ന് എക്സാം ഹാളിൽ വരുമ്പോൾ കുട്ടിക്ക് അത് ഫെറ്റീഗ് ഇരിക്കും. കുട്ടിക്ക് ആ ഒരു ക്ഷീണം കാരണം കുട്ടിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പം അത് കാരണം ഡിസിനസ് വരെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ കുട്ടി ഒരു എക്സാം ആൻസൈറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെയുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് റിസൾട്ടാണ്. അതായത് എന്തായിരിക്കും എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ അവർ റിസൾട്ടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ എനിക്ക് ആ റിസൾട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് ഓർത്ത് ഓവർ തിങ്കിങ് ചെയ്ത് അതും ഒരു എക്സാം ആൻസൈറ്റിയിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ നേരത്തെ മാം പറഞ്ഞതുപോലെ ഒരു ഓവർ എക്സ്പെക്ടേഷൻ, പാരൻസിൻ്റെ ഓവർ എക്സ്പെക്ടേഷൻ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ജയറാമിൻ്റെ ആകാശമിഠായി ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ആ കുട്ടീനെ അവർ അത്രയും ഓവർ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആ കുട്ടീൻ്റെ പ്രഷർ പോലും മനസ്സിലാക്കാതെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്തു കൊടുത്തു. പക്ഷെ പറയുമ്പോൾ എന്താ, എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ നല്ല സ്ഥലത്ത് കൊണ്ടുപോയി പഠിപ്പിച്ചു, നല്ല കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തു. പക്ഷെ കുട്ടീൻ്റെ മെൻ്റൽ സ്ട്രെസ് എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അപ്പോൾ അത് കാരണം കുട്ടിയെ സൂസൈഡ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് എല്ലാ കേസും. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ റിസൾട്ടിനെ മെറ്റ് അപ്പോൾ കുട്ടികൾക്ക് ഇതുണ്ടാവും, എൻ്റെ പാരൻറ്റ് ഇത്രത്തോളം റിസൾട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അപ്പോൾ ആ റിസൾട്ട് എനിക്ക് മെറ്റ് ചെയ്യാൻ പറ്റില്ലേ, അത് മീറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് കുട്ടികളെ എക്സാം എഴുതുമ്പം തന്നെ അത് ആലോചിച്ച് അവർ പഠിച്ച കാര്യം അവർക്ക് എഴുതി വെക്കാൻ പറ്റില്ല.